വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു യാത്ര എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ. കുറേ കാലമായിട്ട് മനസ്സിലുള്ള പ്ലാനായിരുന്നു രഹനത്തേടെ അടുത്ത് പോയിട്ട് ഒരു ദിവസമെങ്കിലും സ്റ്റേ ചെയ്യണം, അവിടെ പോയി കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കണം എന്നൊക്കെ. അതിങ്ങനെ നീണ്ടിതാ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള സമയം കിട്ടിയതെന്ന് മാത്രം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാട്ടോ, നമ്മൾ വളരെ പെട്ടെന്നായിരിക്കും ചില ആളുകളുമായിട്ട് കണക്റ്റഡ് ആവുക. അത് ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിലുള്ള ചില സാദൃശ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും അതിൽ. എനിക്കിങ്ങനെ ആളുകളെ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും ഇങ്ങനെ നിർത്താണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അതിലൊരാളാണ് ഇതാ ഈ പുള്ളിക്കാരി. വർത്തമാനത്തിൻ്റെ ഹരം കൂടി പിന്നീട് അത് 80കളിലേക്ക് എത്തി. കോളേജ് കാലഘട്ടവും വിവാഹവും അങ്ങനെ പറഞ്ഞ് രസകരമായിട്ടുള്ള കുറേ നിമിഷങ്ങളായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവസാനം ഡിന്നർ കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് 11:30, 12, അതിലും വൈകിയെങ്കിലേ ഉണ്ടാവുള്ളൂ. രഹനത്ത് ഞങ്ങൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിന്നറാട്ടോ ഇത്. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. ഞാനും പണ്ട് ഇതുപോലെ ഒരു വായ്നാവ് എൻ്റെ ഫ്രണ്ട്സിൽ ചിലരെന്നെ വിളിക്കുമായിരുന്നു, വായാടിയായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു. പിന്നെ